വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തെക്കേ അമേരിക്ക എന്ന് പറയുന്ന വൻകരയെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ വൻകരകളുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും അത് പ്ലേലിസ്റ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. വേൾഡ് ജോഗ്രഫിയിൽ അത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തത് വടക്കേ അമേരിക്ക ആയിരുന്നു. ഇന്നിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് തെക്കേ അമേരിക്കയെ കുറിച്ചാണ്. തെക്കേ അമേരിക്കയുടെ ഒരു വിശേഷനാണ് പക്ഷി ഭൂഖണ്ഡം എന്നുള്ളത്. അപ്പൊ പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകരയാണ് തെക്കേ അമേരിക്ക. വൻകരകളിൽ വലിപ്പത്തിൽ 4-ാം സ്ഥാനത്തുള്ള വൻകരയും തെക്കേ അമേരിക്കയാണ്. അപ്പൊ തെക്കേ അമേരിക്കയെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? പക്ഷി ഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ വലിപ്പത്തിൽ 4-ാം സ്ഥാനത്തുള്ള വൻകര തെക്കേ അമേരിക്കയാണ്. ഇനി അടുത്തതോ, അടുത്ത പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മരച്ചീനി, നമ്മൾ കൊള്ളിക്കിഴങ്ങ്, കപ്പ എന്നൊക്കെ പറയൂലേ, അതിന്റെ ജന്മദേശം, മരച്ചീനിയുടെ ജന്മദേശം ഏത് വൻകരയാണ്? തെക്കേ അമേരിക്കയാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ നദി അല്ലെ. ഈ ആമസോൺ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ആമസോൺ നദി എവിടെയാ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ തെക്കേ അമേരിക്കയിലാണ്. ആമസോൺ നദി ഉത്ഭവിക്കുന്നത് ആൻഡീസ് പർവ്വതനിരകളിൽ നിന്നാണ്. അപ്പൊ ആൻഡീസ് പർവ്വതനിര കാണപ്പെടുന്ന വൻകരയും ഏതാണ്? തെക്കേ അമേരിക്കയാണ്. ക്ലിയർ ആയോ? അപ്പൊ ആൻഡീസ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന വൻകര തെക്കേ അമേരിക്കയാണ്. ആമസോൺ നദി ഉത്ഭവിക്കുന്നത് തെക്കേ അമേരിക്കയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ കൈവഴികളുള്ള നദിയും ഏതന്നെയാണ്? ആമസോൺ നദിയാണ് എന്ന് ഓർത്തു വെക്കാം. ഈ ആമസോൺ നദിയില് ഒരു മത്സ്യമുണ്ട്, വളരെ അക്രമകാരിയാണെന്നാ പറയണേ ആ മത്സ്യം. ആ അക്രമകാരിയായ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന മത്സ്യത്തിന്റെ പേര് പിരാന എന്നാണ്. അപ്പൊ പിരാന മത്സ്യത്തിനെ എവിടെയാ കാണുന്നത്? ആമസോൺ നദിയിലാണ് കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ. എന്തിനെയാണ് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്ന് വിളിക്കണേ? എല്ലാവർക്കും അറിയുണ്ടാവും, ആമസോൺ മഴക്കാടുകളെയാണ് വിളിക്കണേ. ഈ ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നതും എവിടെ തന്നെയാണ്? തെക്കേ അമേരിക്കയിൽ തന്നെയാണ്. അപ്പൊ ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ആമസോൺ നദി കാണപ്പെടുന്നത് എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ് അല്ലെ. ഇനി അടുത്തത്, തെക്കേ അമേരിക്കയില് ഒരു പ്രത്യേകതരം പുൽമേടുകളുണ്ട്. ആ പുൽമേടുകളുടെ വിളിക്കുന്ന പേര് പാംബാസ്, ലാനോസ് എന്നൊക്കെയാണ്. അപ്പൊ പാംബാസ്, ലാനോസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പുൽമേടുകൾ കാണപ്പെടുന്ന വൻകര ഏതാണ്? തെക്കേ അമേരിക്കയാണ് എന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാനമാണ്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിലെ പർവ്വതനിരയുടെ പേര് ആൻഡീസ് പർവ്വതനിര എന്ന് പറഞ്ഞു. പ്രശസ്തമായിട്ടുള്ള നദിയായ ആമസോൺ നദിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കണ ആമസോൺ മഴക്കാടുകളെ കുറിച്ച് പറഞ്ഞു. ഇനി പറയാണ് തെക്കേ അമേരിക്കയിലെ പ്രശസ്തമായിട്ടുള്ള 2 മരുഭൂമികളാണ് അറ്റക്കാമയും പാറ്റഗോണിയയും. ഏതൊക്കെയാണ്? അറ്റക്കാമ, പാറ്റഗോണിയ എന്നീ പറയുന്ന 2 മരുഭൂമികൾ കാണപ്പെടുന്നത് എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ഇനി തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ, തെക്കേ അമേരിക്ക എന്ന് പറയുന്ന വൻകരയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏത് തന്നെയാ പറയാ? ബ്രസീൽ തന്നെയാ പറയാ. അപ്പൊ തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഇനി ബ്രസീലിന്റെ പഴയ തലസ്ഥാനം ഏതറിയോ നിങ്ങൾക്ക്? റിയോ ഡി ജനീറോ ആണ്. എന്നാൽ ഇപ്പോഴത്തെ ബ്രസീലിന്റെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ബ്രസീലിയ. അപ്പൊ ബ്രസീലിന്റെ പഴയ തലസ്ഥാനം റിയോ ഡി ജനീറോ ആയിരുന്നു. ഇപ്പോഴത്തെ ബ്രസീലിന്റെ തലസ്ഥാനം ഏതാണ്? ബ്രസീലിയയാണ്. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ തുടങ്ങിയവ കടന്നു പോകുന്ന ഏക രാജ്യം ഏതാണ്? ബ്രസീലാണ്. ദേശീയ പതാകയിൽ ഫുട്ബോൾ ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യവും ബ്രസീലാണ്. ദേശീയ പതാകയിൽ ഫുട്ബോൾ ആലേഖനം ചെയ്തിരിക്കുന്ന രാജ്യവും ഏതന്നെയാണ്? ബ്രസീൽ തന്നെയാണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യവസായവൽക്കരിക്കപ്പെട്ട രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം നമ്മൾ ബ്രസീലിനെ പറയണം. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യവസായവൽക്കരിക്കപ്പെട്ട രാജ്യവും ഏതന്നെയാണ്? ബ്രസീൽ തന്നെയാണ്. ഇനി മൂല്യവർദ്ധിത
മൂല്യവർദ്ധിത നികുതി നടപ്പാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലാ പറയാ. മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം കാണപ്പെടുന്നത് ബ്രസീലിലാണ്, മാരക്കാന സ്റ്റേഡിയം. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം മാരക്കാന കാണപ്പെടുന്നത് എവിടെയാണ്? ബ്രസീലിലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബ്രസീലിനെ നമ്മൾ ഫുട്ബോൾ കൺട്രി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഫുട്ബോൾ കൺട്രി എന്ന് വിളിക്കുന്ന രാജ്യം ഏത് തന്നെയാണ്? ബ്രസീലാണ് എന്ന് ഓർക്കണം. ഇനി ബ്രസീലിൽ ഒരു പ്രത്യേകതരം കാപ്പിത്തോട്ടങ്ങൾ കാണപ്പെടുന്നു. ആ ബ്രസീലിലെ കാപ്പിത്തോട്ടങ്ങളെ വിളിക്കുന്നത് ഫെസൻഡകൾ എന്നാണ്. എന്താണ്? ഫെസൻഡകൾ. അപ്പൊ ഫെസൻസ് എന്നറിയപ്പെടുന്ന ഫെസൻഡകൾ അഥവാ ഫെസൻഡാസ് എന്ന് വിളിക്കുന്ന കാപ്പിത്തോട്ടങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ബ്രസീൽ. അല്ലെങ്കിൽ ബ്രസീലിലെ കാപ്പിത്തോട്ടങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഫെസൻഡാസ് എന്നാണ്. ഇനി അടുത്തത്, ഒളിമ്പിക്സിന് വേദിയായ ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഒളിമ്പിക്സിന് വേദിയായ ആദ്യത്തെ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഇനി ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബ്രസീലാ പറയാ. ഏറ്റവും കൂടുതൽ RC വിഭാഗത്തിലുള്ളവർ, റോമൻ കത്തോലിക്ക വിഭാഗത്തിലുള്ളവർ കൂടുതൽ കാണപ്പെടുന്നത് ബ്രസീലിലാണ്. അതുപോലെ തന്നെ റബ്ബർ, കശുവണ്ടി തുടങ്ങിയവയുടെ ജന്മദേശവും ബ്രസീലാണ്. റബ്ബർ, കശുവണ്ടി തുടങ്ങിയവയുടെ ജന്മദേശവും എവിടെ തന്നെയാണ്? ബ്രസീൽ തന്നെയാണ്. ഈ ബ്രസീലിലെ പ്രധാനപ്പെട്ട ഭാഷ പോർച്ചുഗീസ് ഭാഷയാണ്. ബ്രസീലിലെ പ്രധാനപ്പെട്ട ഭാഷ ഏതാണ്? പോർച്ചുഗീസ് ഭാഷയാണ് കേട്ടോ. അതും ഓർത്തു വെക്കുക. ബ്രസീലിലെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് വിളിക്കുന്നത് പോർച്ചുഗീസ് ഭാഷയാണ്. ഇനി അടുത്തത്, ഏറ്റവും സമ്പന്നമായ തെക്കേ അമേരിക്കൻ രാജ്യമാണ് ചോദിക്കണേ വെച്ചാൽ നമ്മൾ വെനിസ്വേലയുടെ പേരാ പറയാ. വെനിസ്വേലയാണ് ഏറ്റവും സമ്പന്നമായ തെക്കേ അമേരിക്കൻ രാജ്യം. ഇനി വെനിസ്വേലയിൽ തന്നെയാണ് ഒരു ഏഞ്ചൽ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് അല്ലെ. ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമായ ഏഞ്ചൽ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് എവിടെയാണ്? വെനിസ്വേലയിലാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ പുതിയ പേര് കെരേപ്പ കുപ്പൈമാരു എന്നാണ്. അപ്പൊ കെരേപ്പ കുപ്പൈമാരു എന്നറിയപ്പെടുന്നത് ഏഞ്ചൽ വെള്ളച്ചാട്ടാണ്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള വെള്ളച്ചാട്ടാണ്. വെനിസ്വേലയിലാണ് കാണപ്പെടുന്നത്. വെനിസ്വേല തെക്കേ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ്. ഇനി അടുത്തത്, ലോകത്തിന്റെ തന്നെ കാപ്പി തുറമുഖം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലിലാന്ന് തന്നെ നമ്മൾ പറഞ്ഞുല്ലോ. അപ്പൊ ലോകത്തിന്റെ കാപ്പി തുറമുഖം എന്നറിയപ്പെടുന്നത് ബ്രസീലിലെ സാന്റോസിനെയാണ്. ലോകത്തിന്റെ കാപ്പി തുറമുഖം എന്ന് വിളിക്കുന്നത് ബ്രസീലിലെ സാന്റോസിനെയാണ് എന്ന് ഓർക്കുക. ഇനി ഏതൊക്കെ രാജ്യങ്ങളെയാണ് നമ്മൾ ABC കൺട്രീസ് എന്ന് വിളിക്കണേ? അപ്പൊ ABC കൺട്രീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അർജന്റീന, ബ്രസീൽ, ചിലി. ഏതൊക്കെയാണ്? അർജന്റീന, ബ്രസീൽ, ചിലി തുടങ്ങിയ രാജ്യങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ABC കൺട്രീസ് എന്ന് വിളിക്കുന്നു. തെക്കേ അമേരിക്കയുടെ പശ്ചിമ തീരത്ത് റിബൺ പോലെ കാണപ്പെടുന്ന രാജ്യമാണ് ഏത്? ചിലി. തെക്കേ അമേരിക്കയുടെ പശ്ചിമ തീരത്ത് ഒരു റിബൺ പോലെ കാണപ്പെടുന്ന രാജ്യമാണ് ചിലി. അപ്പോ ചിലിയുടെ പ്രത്യേകത എന്താ പറഞ്ഞേ? തെക്കേ അമേരിക്കയുടെ പശ്ചിമ തീരത്ത് റിബൺ പോലെ കാണപ്പെടുന്നു. അത് ഷൂ സ്ട്രിങ് കൺട്രി എന്ന് വിളിക്കുന്നതും ചിലിയെയാണ്. ഷൂ സ്ട്രിങ് കൺട്രി എന്താ വിളിക്കണേ? ഷൂ സ്ട്രിങ് കൺട്രി എന്ന് വിളിക്കുന്നതും ഏതിനെയാണ്? ചിലിയെ തന്നെയാണ്. ഇനി സ്പെയിനിൽ നിന്നാണ് ചിലി സ്വതന്ത്രമായത്. എവിടെ നിന്നാണ് ചിലി സ്വതന്ത്രമായത്? 1818 വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചിലി സ്വതന്ത്രമായത് എവിടെ നിന്നാണ്? സ്പെയിനിൽ നിന്നാണ് എന്ന് ഓർക്കണം കേട്ടോ. അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ചിലി. അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഏത്? ചിലി എന്ന് ഓർക്കുക. ഈ ശാന്ത സമുദ്രത്തില് ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിന്റെ പേര് ഈസ്റ്റർ ദ്വീപ് എന്നാണ്. അപ്പൊ ശാന്ത സമുദ്രത്തിലെ ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് ചോദിക്കാച്ചാ ചിലിയുടെ നിയന്ത്രണത്തിലാണ് കേട്ടോ. ശാന്ത സമുദ്രത്തിലെ ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാണ്? ചിലിയുടെ നിയന്ത്രണത്തിലാണ്. ഇനി അടുത്തത്, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തലസ്ഥാന നഗരം ഏതാണ്? ഇക്വഡോറിലെ തലസ്ഥാന നഗരമായ ഇക്വഡോറിന്റെ
തലസ്ഥാനമായിട്ടുള്ള കിറ്റോ ആണ്. അപ്പൊ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തലസ്ഥാന നഗരം ഏതാണ്? ഇക്വഡോറിലെ ക്വിറ്റോ ആണ്. ഇനി അടുത്തത് ശാന്തസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈസ്റ്റർ ദ്വീപ്. ഈസ്റ്റർ ദ്വീപ് ആരുടെ നിയന്ത്രണത്തിലാ? ചിലിയുടെ നിയന്ത്രണത്തിലാ. അടുത്ത ശാന്തസമുദ്രത്തിലെ വേറൊരു ദ്വീപിന്റെ പേരാണ് ഗാലപ്പഗോസ് ദ്വീപ്. ഏതാണ്? ഗാലപ്പഗോസ് ദ്വീപ്. ഗാലപ്പഗോസ് ദ്വീപ് ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാ? ഇക്വഡോറിന്റെ നിയന്ത്രണത്തിലാ. അപ്പൊ ഇക്വഡോറിന്റെ നിയന്ത്രണത്തിലുള്ള ഗാലപ്പഗോസ് ദ്വീപും അതുപോലെ ചിലിയുടെ നിയന്ത്രണത്തിലുള്ള ഈസ്റ്റർ ദ്വീപും സ്ഥിതി ചെയ്യുന്നത് ശാന്തസമുദ്രത്തിലാണ് എന്ന് മറക്കാണ്ടോർത്തു വയ്ക്കുക കേട്ടോ. ഇനി അർജന്റീന, നമ്മൾ ABC കൺട്രീസിൽ പറഞ്ഞ അർജന്റീനയുടെ പ്രത്യേകത ഏറ്റവും അധികം കന്നുകാലികളെ വളർത്തുന്ന തെക്കേ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന. ഏറ്റവും അധികം കന്നുകാലികളെ വളർത്തുന്ന തെക്കേ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന കേട്ടോ. ഇനി അടുത്തത് ലാറ്റിൻ അമേരിക്കയുടെ സാംസ്കാരിക തലസ്ഥാനം അല്ലെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുന്നത് ബ്യൂണസ് അയേഴ്സിനെയാണ്. എന്തിനെയാ വിളിക്കണേ? ബ്യൂണസ് അയേഴ്സിനെയാണ് ലാറ്റിൻ അമേരിക്കയുടെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വിളിക്കണേ. ഇനി ലോക പ്രശസ്തനായിട്ടുള്ള വിപ്ലവകാരി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചെഗുവേര, ഏണസ്റ്റോ ചെഗുവേര എവിടെയാ ജനിച്ചേ? അർജന്റീനയിലെ റൊസാരിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ലോക പ്രശസ്ത വിപ്ലവകാരിയായ ചെഗുവേര ജനിച്ചത് അർജന്റീനയിലെ റൊസാരിയോയിലാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടത് ബൊളീവിയയിൽ വെച്ചാണ്. അദ്ദേഹം കൊല്ലപ്പെട്ട സ്ഥലം എവിടെയാണ്? ബൊളീവിയയാണ്. മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ചെഗുവേരയാണ്. മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന കൃതി ആരുടെയാണ്? ചെഗുവേരയുടെയാണെന്ന് ഓർക്കുക. ഇനി വളരെ പ്രശസ്തമായ ഒരു തെക്കേ അമേരിക്കൻ രാജ്യമാണ് പരാഗ്വേ എന്ന് വിളിക്കുന്നത്. നാണയത്തുട്ടുകൾ ഇല്ലാത്ത രാജ്യം അല്ലെങ്കിൽ തെക്കേ അമേരിക്കയുടെ ഹൃദയം എന്നൊക്കെ അറിയപ്പെടുന്നത് പരാഗ്വേ എന്ന് പറയുന്ന രാജ്യത്തെയാണ്. നാണയത്തുട്ടുകൾ ഇല്ലാത്ത രാജ്യം, തെക്കേ അമേരിക്കയുടെ ഹൃദയം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പരാഗ്വേ എന്ന് പറയുന്ന രാജ്യമാണെന്ന് ഓർക്കണം. ഇനി ലോകത്ത് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന തലസ്ഥാന നഗരമാണ് ലാപ്പാസ് എന്ന് പറയുന്നത്. അത് ബൊളീവിയയിലാണ്. അപ്പൊ ബൊളീവിയയിലാണ് ആ ബൊളീവിയയുടെ തലസ്ഥാന നഗരമായ ലാപ്പാസ് ആണ് ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള തലസ്ഥാന നഗരം എന്ന് ഓർത്തു വെക്കണം. ഇനി അടുത്തത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകത്തിന്റെ പേരാണ് ടിറ്റിക്കാക്ക. ഏതാണ്? ടിറ്റിക്കാക്ക. അത് സ്ഥിതി ചെയ്യുന്നത് ബൊളീവിയയിലാണ്. അപ്പോ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമായ ടിറ്റിക്കാക്ക ബൊളീവിയയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തലസ്ഥാന നഗരമായ ലാപ്പാസും ബൊളീവിയയിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തതാണ് പനാമ. പനാമയുടെ വിശേഷണമാണത്രേ കനാലുകളുടെയും തൊപ്പികളുടെയും നാട്. അപ്പൊ കനാലുകളുടെയും തൊപ്പികളുടെയും നാട് എന്ന് വിളിക്കുന്ന പനാമ ഒരു തെക്കേ അമേരിക്കൻ രാജ്യമാണ്. പനാമ തെക്കേ അമേരിക്കയിലാണ്. ലോകത്തിലെ ആദ്യത്തെ ഭാഷാ മ്യൂസിയം നിലവിൽ വന്നത് സാവോ പോളോയിലാണ്. എവിടെയാണ്? സാവോ പോളോയിലാണ് ലോകത്തിലെ ആദ്യത്തെ ഭാഷാ മ്യൂസിയം. ഏത് ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത്? പോർച്ചുഗീസ് ഭാഷയ്ക്ക് വേണ്ടിയാണ് നിലവിൽ വന്നത്. അപ്പൊ ലോകത്താദ്യമായി ഒരു ഭാഷാ മ്യൂസിയം വന്നത് പോർച്ചുഗീസ് ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് സ്ഥിതി ചെയ്യുന്നത് സാവോ പോളോയിലാണെന്ന് ഓർക്കണം. ഇനി ബ്രസീലിന്റെ ആദ്യത്തെ ക്യാപിറ്റൽ ആയിരുന്നു റിയോ ഡി ജനീറോ എന്ന് നമ്മൾ പറയണ്ടായി. ആ റിയോ ഡി ജനീറോയിലാണ് ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടക്കുന്നത്. ആദ്യ ഭൗമ ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ഏതാണ്? റിയോ ഡി ജനീറോയാണ്. ഇനി ഒരു ഓർഗനൈസേഷന്റെ പേര് അടുത്ത് പറയാൻ പോണേ. ഷൈനിങ് പാത്ത് എന്നാണ് ആ ഓർഗനൈസേഷന്റെ പേര്. ഷൈനിങ് പാത്ത്. ഈ ഷൈനിങ് പാത്ത് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്താ? പെറുവിലെ പ്രധാന ഗൊറില്ല ഓർഗനൈസേഷൻ അഥവാ ഗൊറില്ല സംഘടന. പെറുവിലെ പ്രധാന ഗൊറില്ല സംഘടനയുടെ പേരാണ് ഷൈനിങ് പാത്ത്. എന്താണ്? ഷൈനിങ് പാത്ത്. ഇനി അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ചിലിയെ വിളിക്കുക. നേരത്തെ പറഞ്ഞില്ലേ ഷൂ സ്ട്രിങ് രാജ്യം എന്നറിയപ്പെടുന്നു. തെക്കേ അമേരിക്കയുടെ പശ്ചിമ തീരത്ത് റിബൺ പോലെ കാണപ്പെടുന്നു. ഇതൊക്കെ ഏതാണ്? ചിലിയാണ് കേട്ടോ. ഇനി ഒരേ ലിംഗപത
പദവിയിൽ ഉള്ളവർ തമ്മിലുള്ള വിവാഹത്തിന് നിയമസാധുത നൽകിയ തെക്കേ അമേരിക്കയിലെ ആദ്യത്തെ രാജ്യം അർജന്റീനയാണ്. ഒരേ ലിംഗ പദവിയിലുള്ള ആൾക്കാർക്ക് വിവാഹത്തിന് നിയമസാധുത നൽകിയ ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? അർജന്റീനയാണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അധികാരത്തിൽ വന്നത് അർജന്റീനയിലാണ്. അവരുടെ പേര് മരിയ ഇസബൽ പെറോൺ എന്നാണ്. അപ്പൊ മരിയ ഇസബൽ പെറോൺ ആണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. എവിടത്തെ പ്രസിഡന്റ് ആയിരുന്നു? അർജന്റീനയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് മാച്ചു പിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പെറുവിലാണ്. എവിടെയാണ്? പെറുവിലാണ് കേട്ടോ. അതുപോലെ നമ്മള് അർജന്റീന, ബ്രസീൽ, ചിലി ഇവയൊക്കെ നമ്മൾ എന്ത് വിളിച്ചു? ഏത് പേരിലാ വിളിച്ചത്? അതായത് ABC കൺട്രി എന്ന പേരിലാണ് വിളിച്ചത്. അപ്പൊ അതിൽ ആ അർജന്റീനയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അർജന്റീന ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? സ്പെയിനിൽ നിന്നാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറയണ്ടായില്ലേ, അതായത് ചിലി സ്വാതന്ത്ര്യം നേടിയത് എവിടെ നിന്നാണ്? സ്പെയിനിൽ നിന്നാണ്. അതുപോലെ തന്നെ അർജന്റീന എവിടെ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? സ്പെയിനിൽ നിന്ന് തന്നെയാണ് അർജന്റീനയും സ്വാതന്ത്ര്യം നേടിയതെന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട തെക്കേ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ എപ്പോഴും വേൾഡ് ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഭൂഖണ്ഡങ്ങൾ പറയുമ്പോൾ അതിൽ കുറേ അധികം രാജ്യങ്ങൾ ഉണ്ടാവും. എല്ലാ രാജ്യങ്ങളും നമുക്ക് അരച്ച് കലക്കി കുടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. ഇനി അതുപോലെ തന്നെ വേൾഡ് ഫാക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ തലസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നാണയങ്ങൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേൾഡിൽ ആദ്യം വന്നിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും പഠിക്കും. അപ്പൊ അതൊന്നും അല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി പിന്നെ വേൾഡ് ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ കുറെ പഠിക്കും. അതിലൊന്നും പെടാത്ത കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഈ വൻകരകളിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഇനി എന്താ പറയാ, എൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മാറ്റം വരുത്തണോ, എന്തൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യാം. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.